എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചത് സുധീഷേൻ്റെ ക്യാരക്ടറാണ്. ഒരു 90s ജനറേഷനിലുള്ള നടന്മാരും ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ ആ വൈബാണ് സിനിമ മൊത്തം വന്നിരിക്കുന്നത്. വിനീതിനെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. നന്നായിട്ടുണ്ട്, അടിപൊളി പടമാണ്. ഒത്തിരി ചിരിച്ചു. വരി ഫൺ എൻ്റർടൈൻമെൻറ്റ് ഫാമിലി മൂവി. ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ജഗദീഷ് എല്ലാവരും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചത് സുധീഷേൻ്റെ ക്യാരക്ടറാണ്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പടം. ഫുള്ള് കോമഡിയാണോ? യെസ്, ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് മൂവി, ഒരു നല്ല എലമെൻസോട് കൂടിയ പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫൺ. താങ്ക് യു. എന്താ പറയുക, ഫൺ റൈഡാണ് പടം. എല്ലാവരും അതായത് ഇവരെല്ലാവരും ഒരുമിച്ച് സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള 80-90കളിലൊക്കെയാണ് നമ്മൾ ഇവരെ കാണുന്നത്. അത് എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പടം നല്ല പടമാണ്, നല്ലൊരു ഫീലാണ്, നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ് പടം. എല്ലാവരും നന്നായിട്ട് കോമഡിയാണോ? ഫുള്ളി കോമഡിയാണ്. സീരിയസ് സബ്ജക്റ്റ് അല്ല? അതെ നന്നായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഫുള്ള് കോമഡിയാണോ? ആ കോമഡിയാണ്. കോമഡിയൊക്കെ നല്ലോണം വർക്ക് ആയിട്ടുണ്ട്. കാസ്റ്റിംഗിൽ ആരാണ് ഏറ്റവും കൂടുതൽ കോമഡിയൊക്കെ വർക്കൗട്ട് ആയിരുന്നത്? എല്ലാവരും ഓൾമോസ്റ്റ് നല്ലായിരുന്നു. ഫാമിലിക്ക് ഫാമിലിക്കൊക്കെ നല്ലോണം പറ്റിയ പടം. നല്ല കോമഡിയാണോ? ഒരു കോമഡി മെല്ലാണ്, പക്ഷെ നല്ല രസമുണ്ട് പടം. അത് എന്താ പറയുക, നമുക്ക് കമ്പയറബിൾ അല്ല. പടം ടോട്ടലിയാണ് ഭംഗി. എങ്ങനെയുണ്ടായിരുന്നു ജഗദീഷേട്ടൻ അങ്ങനെയുള്ളവർക്ക്? അവർക്ക് വീണ്ടും കോമഡി അങ്ങനെയല്ല, ഞാൻ ഒരു കോമഡി ലെവലിലല്ല ഞാനത് കണ്ടത്. മൊത്തത്തിൽ അടിപൊളി. പടത്തിൻ്റെ ടോട്ടാലിറ്റിയിലാണത്. ഒരാളെ പെർഫോമൻസ് ഒരു സാധനമായിട്ടല്ല ഇഷ്ടപ്പെട്ടത്. മൊത്തം പടം ടോട്ടാലി അടിപൊളി. വീരൻ എന്നുള്ള പേരൊക്കെ ഫണ്ണായിട്ട്, അതൊക്കെ ഫൺ എലമെൻ്റ് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ രാജേഷ് മാധവൻ്റെ ആ ഒരു പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജും ധീരെന്നുള്ള പേരും കാണുമ്പോൾ തന്നെ അതിനകത്തൊരു കൗതുകമുണ്ട്. ബട്ട് അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ ആ സിനിമയിൽ ഒരു 90s ജനറേഷനിലുള്ള നടന്മാരും ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ ആ വൈബാണ് സിനിമ മൊത്തം വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഉടനീളം കോമഡി ആയിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലാകുമ്പോൾ കുറച്ചുകൂടെ ത്രില്ലിങ് ഇമോഷണലായിട്ട് കോമഡി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പഴയകാല പ്രിയദർശൻ സിനിമകളിലൊക്കെ കണ്ട പോലെ ഒരു ക്രൗഡ് കോമഡി, എല്ലാവരും ഒരു സ്ഥലത്ത് വരുന്നു. നമ്മൾ മലയാള സിനിമയിൽ ഇടയ്ക്ക് മിസ്സായി പോയുള്ള നമുക്ക് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്ന രീതിയിലുള്ള ഒരു കോമഡിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കോമഡിനെ ഞെട്ടിച്ച് ശരിക്കും സുധീഷാണ്. സുധീഷ് ഉടനീളം തകർത്ത് ആടിയ സിനിമ ആണെന്ന് പറയാം. അതുപോലെ തന്നെ വിനീതിനെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂജനും 90s നമ്മുടെ താരങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അഭിനയിച്ച ഒരു നല്ല കോമഡി വൈലുള്ള ചിത്രമാണ് ധീരൻ.